കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ചർച്ച നടത്തി മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വീരജ് സാഹുവുമായാണ് മന്ത്രി ചർച്ച നടത്തിയത്. SSK ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച. വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ചർച്ചയിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകിയും പങ്കെടുത്തു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, PM ശ്രീയിലെ പിന്നോട്ടു പോകുന്നതിനെ കുറിച്ചല്ല ചർച്ചയുണ്ടായത്. പകരം SSK ഫണ്ട് നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ പ്രൊസീജിയർ അതെങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ചായിരുന്നു കേന്ദ്രവുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയത്. ദിവ്യ, തീർച്ചയായും അല്പസമയം മുമ്പാണ് മന്ത്രി വി ശിവൻകുട്ടി യുനിസെഫിന്റെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഇടെയാണ് ഈ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വീരജ് സാഹു IASുമായി ചർച്ച നടത്തിയത്. ഒപ്പം തന്നെ മന്ത്രിയുടെ ഒപ്പം കെ വാസുകി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ചർച്ച നടന്നത്, അതായത് SSK ഫണ്ട് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നിലവിൽ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ SSKയുടെ ഫണ്ട് ഇതുവരെയും നൽകിയിട്ടില്ല. കരാറിൽ ഒപ്പിട്ടാൽ ഉടൻ തന്നെ ഫണ്ട് നൽകാം എന്നുള്ളതായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ അറിയിച്ചത്. അത് അങ്ങനെ ഒരു ഫണ്ട് ഇത്രയും ദിവസമായി ലഭിച്ചിട്ടില്ല. അതിനിടയിലാണ് ഈ കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുമായി മന്ത്രി വി ശിവൻകുട്ടി തന്നെ കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം ഈ ചർച്ചയിൽ വ്യക്തമാക്കിയത് ഒരു തവണ കൂടി പ്രപ്പോസൽ സമർപ്പിക്കണം, ഇത് ലഭ്യമാവുന്നത് പരിഗണിക്കാം എന്നുള്ള കാര്യം അറിയിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 3 പേരും ഏകദേശം ഒരു 10 മിനിറ്റിന് മുകളിൽ ചർച്ച നടത്തി. നിലവിൽ ഉണ്ടായിരുന്ന പ്രപ്പോസൽ ഉൾപ്പെടെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ അത് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇളവ് തേടുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചയായോ? അക്കാര്യത്തിൽ മറ്റ് ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് SSK ഫണ്ട് ലഭ്യമാക്കണം, അതായിരുന്നു നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. PM ശ്രീക്ക് അപ്പുറം SSK ഫണ്ട് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു തന്ത്രപരമായ നിലയിൽ ഈ PM ശ്രീ കരാറിൽ ഒപ്പിട്ടത് എന്നാണ് മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ PM ശ്രീ പദ്ധതി ഒപ്പിട്ടതിന് ശേഷം ഒരു പ്രപ്പോസൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. SSKയിലെ ആദ്യ ഗഡുവായിട്ടുള്ള 971 കോടി രൂപ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ആ കത്തിലെ ആവശ്യം. പക്ഷേ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ വീണ്ടും അത് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുമായി മന്ത്രി തന്നെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഒപ്പം തന്നെ കെ വാസുകിയും ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇരുവരും ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അറിയിച്ചത് ഫണ്ട് 2 വർഷമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ പലതവണ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്, പക്ഷേ പണം അനുവദിക്കുന്ന സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ 971 കോടി രൂപ ഉൾപ്പെടെയുള്ളവ അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ പണം അനുവദിക്കുന്നത് പരിഗണിക്കാം, ഒപ്പം തന്നെ ഒരു തവണ കൂടി പ്രപ്പോസൽ സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി മന്ത്രിക്കും ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കും നിലവിൽ നൽകിയിരിക്കുന്നത്. ദിവ്യ.